നമസ്കാരം, ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്നും. AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കി കവല, കട്ടപ്പന. പട്ടയത്തിനായി പുതിയ അപേക്ഷ സ്വീകരിക്കുന്നതിന് ജനുവരി 3 റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ എന്തുകൊണ്ടാണ് CHR മേഖലയെ ഒഴിവാക്കിയതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലയിലെ LDF നേതാക്കളും വ്യക്തമാക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. നിലവിലെ ഉത്തരവിൽ പറയുന്നത് CHRന് പുറത്തുള്ളവരിൽ നിന്ന് പട്ടയത്തിന് അപേക്ഷ സ്വീകരിക്കാൻ. ഇതോടെ CHRൽ പട്ടയം നൽകാൻ സുപ്രീം കോടതി നേരത്തെ അനുമതി നൽകിയെന്ന തരത്തിലുള്ള ഇടതുപക്ഷ നേതാക്കളുടെ പ്രചരണം നുണയാണെന്ന് വ്യക്തമായതായും ബിജോ മാണി. ഇടുക്കിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരംഭിച്ചതായി LDF ജില്ലാ കൺവീനർ K. സലിംകുമാർ. നിലവിൽ ഇടതുപക്ഷത്തിന്റെ കൈകളിലുള്ള ജില്ലയിലെ 4 മണ്ഡലങ്ങളും LDF നിലനിർത്തും. പീരുമേട്ടിൽ ആരാകണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്നും K. സലിംകുമാർ. അടിമാലിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വ്യാപാരിയുടെ കരണത്തടിച്ചതിൽ വീഴ്ചയുണ്ടെന്ന് അന്വേഷണം നടത്തിയ മേലുദ്യോഗസ്ഥൻ. എന്നാൽ കൊമ്യൂണിസബിൾ കുറ്റകൃത്യം എന്നതിന്റെ പരിധിയിലുള്ള ഗുരുതരമായ കുറ്റകൃത്യം തെളിയാത്തതിനാൽ FIR രജിസ്റ്റർ ചെയ്യാനാകില്ലെന്ന് അധികൃതർ. കേസിനാസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ മാസം 30-ന്. മൂന്നാർ വീണ്ടും അതിശൈത്യത്തിലേക്ക്. ചെണ്ടുവരിയിൽ താപനില 0 ഡിഗ്രിയിലെത്തി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മൂന്നാറിൽ അനുഭവപ്പെടുന്നത് കടുത്ത തണുപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. പട്ടയത്തിനായി പുതിയ അപേക്ഷ സ്വീകരിക്കുന്നതിന് ജനുവരി 3 റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ എന്തുകൊണ്ടാണ് CHR മേഖലയെ ഒഴിവാക്കിയതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലയിലെ LDF നേതാക്കളും വ്യക്തമാക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. CHRന് പുറത്തുള്ളവരിൽ നിന്ന് പട്ടയത്തിന് അപേക്ഷ സ്വീകരിക്കാനാണ് നിലവിലെ ഉത്തരവിൽ പറയുന്നത്. ഇതോടെ CHRൽ പട്ടയം നൽകാൻ സുപ്രീം കോടതി നേരത്തെ അനുമതി നൽകിയതാണെന്ന തരത്തിലുള്ള ഇടതുപക്ഷ നേതാക്കളുടെ പ്രചരണം നുണയാണെന്ന് വ്യക്തമായതായും ബിജോ മാണി കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധന പൂർത്തീകരിച്ച നിലവിൽ പട്ടയത്തിന് അപേക്ഷ നൽകിയിട്ടില്ലാത്ത CHRന് പുറത്തുള്ളവരിൽ നിന്ന് പട്ടയത്തിന് അപേക്ഷ സ്വീകരിക്കാനാണ് നിലവിൽ ഇറക്കിയ ഉത്തരവിലുള്ളത്. മാസങ്ങൾക്ക് മുമ്പ് കട്ടപ്പനയിലെത്തിയ റവന്യൂ മന്ത്രി K. രാജൻ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിലക്കിനെ തുടർന്ന് പട്ടയം നൽകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ CHRൽ പട്ടയം നൽകാൻ സുപ്രീം കോടതി നേരത്തെ അനുമതി നൽകിയതാണെന്നും അതിനാൽ കട്ടപ്പനയിലടക്കമുള്ള ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുന്നതിന് തടസ്സമില്ലെന്നും ഉടൻ പട്ടയം അനുവദിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള LDF നേതാക്കൾ പ്രചരിപ്പിച്ചത് നുണയാണെന്ന് റവന്യൂ വകുപ്പിന്റെ പുതിയ ഉത്തരവിലൂടെ വ്യക്തമായതായും ബിജോ മാണി പറഞ്ഞു. മഹാഭൂരിപക്ഷ ഭൂമിയും CHRൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ CHRലെ പട്ടയവിലക്ക് മാറ്റാതെ എങ്ങനെ ഇവർക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി കഴിയും? അപ്പം പട്ടയ വിതരണത്തിന് വേണ്ടിയുള്ള അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വെറും പ്രഖ്യാപനങ്ങളുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ചില ഗിമ്മിക്കുകൾ മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. 25 വർഷമായി ഈ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ശ്രീ റോഷി അഗസ്റ്റിന് ഈ ജില്ലയെ ബാധിക്കുന്ന അല്ലെ ഇവിടുത്തെ കർഷകരെ ബാധിക്കുന്ന അല്ലെ ഇവിടുത്തെ പട്ടയ പ്രശ്നം എന്താണെന്നുള്ള കാര്യം അല്ലെ എന്താണ് പട്ടയ വിതരണത്തിന് തടസ്സമായിട്ടുള്ള കാര്യമെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇത്തരം പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും നടത്തി മുന്നോട്ട് പോകുന്നത് ഇടുക്കിയിലെ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ വർഷം സർക്കാർ നടത്തിയ മലയോര പട്ടയ വിവരശേഖരണത്തിൽ ലഭിച്ച അപേക്ഷകൾ പ്രകാരം വനഭൂമി കുടിയേറ്റ ക്രമീകരണ നിയമപ്രകാരം ജില്ലയിൽ 38 വില്ലേജുകളിലായി 26,467 പേർക്ക് പട്ടയം ലഭിക്കാനുണ്ട്. ഇതിൽ CHRന്റെ പരിധിയിലുള്ള 27 വില്ലേജുകളിലെ 13,578 അപേക്ഷകരും ഉൾപ്പെടുന്നു. ആകെ പട്ടയം ലഭിക്കേണ്ടവരിൽ പകുതി പേരും CHRലാണ്. ഇതുകൂടാതെ ഷോപ്പ് സൈറ്റുകൾക്കും പട്ടയം നൽകാനുണ്ട്. നിലവിൽ ഇവരിൽ നിന്ന് പട്ടയത്തിന് അപേക്ഷ പോലും സ്വീകരിക്കുന്നില്ല. പുതിയ ഉത്തരവ് പ്രകാരം അപേക്ഷ സ്വീകരിക്കുന്നത് വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധനാ പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ നിന്നാണ്. എന്നാൽ സംയുക്ത പരിശോധന സംബന്ധിച്ച് ജില്ലയിൽ വ്യാപക പരാതിയാണുള്ളത്. ജനുവരി 3 റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ CHR മേഖലയെ ഒഴിവാക്കിയതിന്റെ കാരണം മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലയിലെ LDF നേതാക്കളും വ്യക്തമാക്കണം. ഈ ഉത്തരവ് കൊണ്ട് പ്രയോജനം ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ? CHR നൽകുന്ന പട്ടയ വിലക്ക് നീക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം. 2, സംയുക്ത പരിശോധന നടക്കാത്ത വില്ലേജുകളിൽ വന, റവന്യൂ വകുപ്പുകളെ കൊണ്ട് സംയുക്ത പരിശോധന നടത്തി ആദ്യം ഈ 2 നടപടികൾ പൂർത്തിയായെങ്കിൽ മാത്രമേ നമ്മുടെ ജില്ലയിൽ ഈ വനഭൂമി കുടിയേറ്റ ക്രമീകരണ നിയമപ്രകാരം പട്ടയം കൊടുക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ. അതല്ലാതെ ഒരു പട്ടയം പോലും നിലവിലെ സാഹചര്യത്തിൽ വിതരണം ചെയ്യാൻ കഴിയാതിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മറ്റൊരു തട്ടിപ്പ് ഉത്തരവുമായി അല്ലെ പ്രഖ്യാപനവുമായി സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്.
അപ്പം ഇതിലെ സർക്കാരിൻ്റെ ഈ ഇരട്ടത്താപ്പ് അല്ലെ പൊയ്മുഖം ജില്ലയിലെ ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ കാര്യത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കൾക്കും എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കും, CHR പട്ടയ വിതരണത്തിന് യാതൊരു വിലക്കുമില്ല, സുപ്രീം കോടതി അനുമതിയുള്ളതാണെന്നൊക്കെ വാദോരാതെ പ്രസംഗിച്ച് നിരവധി പത്രസമ്മേളനങ്ങൾ നടത്തി മുന്നോട്ട് പോയിട്ടുള്ള മന്ത്രി അടക്കമുള്ള CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കൾ സർക്കാർ ജനുവരി മാസം 3-ാം തീയതി ഇറക്കിയ ഉത്തരവിനെ സംബന്ധിച്ച് അവരുടെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. വനഭൂമി കുടിയേറ്റ ക്രമീകരണ നിയമപ്രകാരം പട്ടയം നൽകണമെങ്കിൽ CHRലെ പട്ടയ വിതരണത്തിലുള്ള വിലക്ക് നീക്കാനും വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്താനുമുള്ള നടപടിയാണ് ആദ്യം സ്വീകരിക്കേണ്ടത്. അതിന് സർക്കാർ തയ്യാറാകണമെന്നും ബിജു മാണി ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആനന്ദ് തോമസും പങ്കെടുത്തു. ഇടുക്കിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരംഭിച്ചതായി LDF ജില്ലാ കൺവീനർ K. സലിംകുമാർ. നിലവിൽ ഇടതുപക്ഷത്തിന്റെ കൈകളിലുള്ള ജില്ലയിലെ 4 മണ്ഡലങ്ങളും LDF നിലനിർത്തും. CPM മത്സരിക്കുന്ന പീരുമേട് നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. പീരുമേട്ടിൽ ആരാകണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല. വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് K. സലിംകുമാർ പറഞ്ഞു. ഇടുക്കിയിലെ 5 അസംബ്ലി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇപ്പോൾ നമ്മൾ SIRന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിലെ അപാകത പരിഹരിക്കുവാൻ വേണ്ടി CPI പ്രവർത്തകരും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. കുറേയേറെ പ്രയാസങ്ങൾ SIRുമായി ബന്ധപ്പെട്ട് വോട്ടർമാർക്കിടയിലും പ്രവർത്തകർക്കിടയിലും നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരിഹരിക്കപ്പെടാൻ വേണ്ടി കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ന്യൂനപക്ഷ ജനവിഭാഗത്തെയും അതുപോലെ തന്നെ ആദിവാസി ദളിത് വിഭാഗത്തെയും വോട്ടർമാരെയാണ് ഇതിൻ്റെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമം SIRന്റെ പ്രവർത്തനത്തിന് മറവിൽ കേന്ദ്ര ഗവൺമെൻറ് ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഇടുക്കി ജില്ലയിലെ 5 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ 4 മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളാണുള്ളത്. ആ 4 മണ്ഡലങ്ങളും നിലനിർത്തും. CPI മത്സരിക്കുന്ന പീരുമേട് CPI ആ മണ്ഡലം നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണി എന്ന നിലയിലുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. CPI നിർത്തുന്ന സ്ഥാനാർത്ഥി അവിടെ ജയിക്കുകയും ചെയ്യും. CPI സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. ആ ചർച്ചകൾ വരുമ്പോൾ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യും. അടിമാലിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വ്യാപാരിയുടെ കരണത്തടിച്ചതിൽ വീഴ്ചയുണ്ടെന്ന് അന്വേഷണം നടത്തിയ മേലുദ്യോഗസ്ഥൻ. എന്നാൽ കോഗ്നിസബിൾ കുറ്റകൃത്യം എന്നതിന്റെ പരിധിയിലുള്ള ഗുരുതരമായ കുറ്റകൃത്യം തെളിയാത്തതിനാൽ FIR രജിസ്റ്റർ ചെയ്യാനാകില്ലെന്ന് അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ മാസം 30-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ബന്ധുവിന്റെ വാഹനത്തിൽ മറ്റൊരു വാഹനം ഇടിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയിൽ അടിമാലി സ്റ്റേഷനിലെത്തിയ വ്യാപാരി PR അനിലിനെ സ്റ്റേഷൻ വളപ്പിൽ SHO CV ലൈജുമോൻ കരണത്തടിച്ചിരുന്നു. തുടർന്ന് ഹൃദ്രോഗിയായ അനിൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ അനിലിനെ പോലീസ് ഉദ്യോഗസ്ഥൻ കരണത്തടിച്ചതിൽ ശക്തമായ പ്രതിഷേധവും ഉയർന്നിരുന്നു. ഇതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇടുക്കി DYSP നേരിട്ടെത്തി അന്വേഷണം നടത്തി. അനിലിന്റെ മുഖത്തടിച്ചതിൽ SHO ലൈജുമോന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന അന്വേഷണത്തിൽ തെളിവുണ്ട്. ഇതുപ്രകാരം മേൽ നടപടി സ്വീകരിക്കുന്നതിനായി ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഇടുക്കി DYSP അനിലിനെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് അനിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിക്ക് മറുപടിയായി DYSP കത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. തമിഴ്നാട് തൃച്ചിക്ക് സമീപം റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ വാഹനമിടിച്ച് വണ്ടിപ്പെരിയാർ സ്വദേശിയായ 9 വയസ്സുകാരി മരിച്ചു. വാലാടി എസ്റ്റേറ്റിലെ താമസക്കാരായ രാജ രജനി ദമ്പതികളുടെ മകൾ ജസ്നിയാണ് മരിച്ചത്. വാലാടിയിൽ നിന്നും ചെന്നൈ മേൽമരവത്തൂർ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തൃച്ചിക്ക് സമീപം വാഹനം നിർത്തി റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ ജസ്നി വാഹനമിടിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ചിന്നക്കനാൽ കൊളുക്കുമല ഡ്രൈവേഴ്സ് ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മൂന്നാർ പള്ളിവാസലിൽ ടാക്സി ഡ്രൈവർമാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചും പോലീസിന്റെ ഏകപക്ഷീയമായ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ടാക്സി ഡ്രൈവർമാർക്കെതിരെ കള്ളക്കേസെടുക്കുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കുക, ടാക്സി ഡ്രൈവറെ ഷൂ ഇട്ട് ചവിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥൻ മാപ്പ് പറയുക, മർദ്ദിച്ച ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പുറത്താക്കുക, ടാക്സി ഡ്രൈവർമാരെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക, പോലീസിന്റെ ഏകപക്ഷീയമായ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചിന്നക്കനാൽ കൊളുക്കുമല ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സൂര്യനെല്ലി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്.
ബഹുമാനപ്പെട്ട മേൽ അധികാരികൾക്ക് ഇതിന് ശക്തമായ നീതി കിട്ടിയില്ലെങ്കിൽ ഈ പോരാട്ടം ഇതോടെ നിൽക്കുന്നതല്ല. മൂന്നാർ ടാക്സി ഡ്രൈവർക്ക് നേരിടിയത് കേരളത്തിലുള്ള, ഇനി പറയാൻ പോയാൽ ഇന്ത്യയിലുള്ള മുഴുവൻ ടാക്സി ഡ്രൈവർമാർക്കും ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഇനി സംഭവിക്കാതിരിക്കാൻ അധികാരികൾ ശ്രദ്ധിച്ചോളുക. ഇന്ത്യയിലുള്ള മുഴുവൻ ടാക്സി ഡ്രൈവർമാരും ഇതിന് നീതി കിട്ടിയില്ലെങ്കിൽ അതിനുവേണ്ടി ശക്തമായിട്ട് പോരാടുന്നുള്ള കാര്യം ഈ നല്ല വേളയിൽ സൂചനയായിട്ട് പറഞ്ഞുകൊള്ളുകയാണ്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി ഡ്രൈവർമാർ പങ്കെടുത്തു. സൂര്യനെല്ലിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചിന്നക്കനാലിൽ സമാപിച്ചു. ഉടുമ്പൻചോല താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കട്ടപ്പനയിൽ അദാലത്ത് സംഘടിപ്പിച്ചു. 200-ലധികം കേസുകളാണ് അദാലത്തിൽ പരിഗണിച്ചത്. കട്ടപ്പന ലയൺസ് ക്ലബ് ഹാളിൽ വെച്ചാണ് അദാലത്ത് നടന്നത്. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ലോൺ എടുത്ത് പല കാരണങ്ങളാൽ കുടിശ്ശിക വന്ന 200-ൽ പരം ആളുകളാണ് അദാലത്തിൽ പങ്കെടുത്തത്. കോവിഡും പ്രളയവും കൂടാതെ വിവിധ കാരണങ്ങളാൽ ലോൺ തവണ മുടങ്ങിയവർക്ക് ഉടുമ്പൻചോല താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സംഘടിപ്പിച്ച അദാലത്ത് ഏറെ ആശ്വാസകരമായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു. നമുക്കറിയാം, കട്ടപ്പനയിൽ സാധാരണക്കാരായ ജനങ്ങളാണ്. അവരെല്ലാം കൃഷി ചെയ്തിട്ടാണ് അവരുടെ ഉപജീവനം നടത്തുന്നത്. ഈ കോവിഡും അതിനെ സംബന്ധിച്ച് ശേഷമുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളും അവരെ സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ള ലോൺ എമൗണ്ടിലെല്ലാം കുടിശ്ശികയാണ്. അപ്പോൾ ഈ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഉടുമ്പൻചോലയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഈ കുടിശ്ശിക നിവാരണ പദ്ധതി ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലോൺ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് പലിശ മാക്സിമം കുറച്ച് കൊടുക്കുക, അതേപോലെ തന്നെ ബാങ്കിലേക്ക് മാക്സിമം റീസണബിൾ ഇൻട്രസ്റ്റ് വെച്ച് മുതൽ കിട്ടുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. ഏകദേശം 201 കേസുകൾ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. വന്ന കേസുകളിൽ മജോറിറ്റി കേസുകളും നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ സിജി NN, അഡ്വക്കേറ്റ് മെമ്പർ PA വിൽസൺ എന്നിവരുടെ ബെഞ്ചിലാണ് കേസുകൾ പരിഗണിച്ചത്. കട്ടപ്പന റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി റിച്ചി സെബാസ്റ്റ്യൻ, ഉടുമ്പൻചോല TLCC സെക്രട്ടറി ഇൻചാർജ് ആര്യ M നായർ, PLV സുമിത് MP, ലോ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ അദാലത്തിന് നേതൃത്വം നൽകി. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് 1-ാം വാർഷികവും കുടുംബസംഗമവും 25-ന് വൈകിട്ട് 5 മണിക്ക് ലബ്ബക്കടയിൽ നടക്കും. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 25 വർഷത്തിലധികമായി കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന CWSA സംഘടനയുടെ കട്ടപ്പന യൂണിറ്റിന്റെ 1-ാം വാർഷികമാണ് സംഘടിപ്പിക്കുന്നത്. 25 വർഷമായിട്ട് സംസ്ഥാനത്തൊട്ടാകെ പ്രൈവറ്റ് കോൺട്രാക്ടർമാരെ കോർത്തിറങ്ങിക്കൊണ്ട് വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് CWSA, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. അപ്പോൾ ഒരു കൊല്ലമായി സംഘടനയുടെ യൂണിറ്റ് കട്ടപ്പനയിൽ ആരംഭിച്ചിട്ട് അതിൻ്റെ 1-ാം വാർഷികം ഈ വരുന്ന 25-ാം തീയതി ഹൈറേഞ്ച് വില്ലയിൽ, ലബ്ബക്കട ഹൈറേഞ്ച് വില്ലയിൽ ആഘോഷിക്കുകയാണ്. നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഏറെ ആദരണീയനായ ശ്രീ ജോയി വെട്ടിക്കുഴിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് ഡൊമിനിക് സാവിയോ അധ്യക്ഷത വഹിക്കും. ജില്ലാ സെക്രട്ടറി ബിജിമോൻ PC മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പ്രസിഡന്റ് സജീവൻ S, വൈസ് പ്രസിഡന്റ് മോഹനൻ പാറയിൽ, ട്രഷറർ രാധാകൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാബു കൊച്ചുപറമ്പിൽ, കട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി ജോൺസൺ മാത്യു, ജോയിന്റ് സെക്രട്ടറി പ്രമോദ്, ക്ഷേമനിധി ബോർഡംഗം ബിബിൻ, കട്ടപ്പന യൂണിറ്റ് SHG സെക്രട്ടറി സതീഷ് PS തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് ഗാനമേളയും യൂണിറ്റ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടക്കും. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഡൊമിനിക് സാവിയോ, സെക്രട്ടറി ജോൺസൺ മാത്യു, ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹനൻ പാറയിൽ, യൂണിറ്റ് ട്രഷറർ സുരേഷ് S, ഷിൻസ് AP തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ചെറുതോണിയിൽ നിന്ന് ആരംഭിക്കുന്ന ബൈപ്പാസിന്റെ നിർമ്മാണം 1-ാം ഘട്ടം പൂർത്തിയാകുന്നു. ചെറുതോണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച 850 മീറ്റർ ദൂരത്തിലാണ് പുതിയ ബൈപ്പാസ് വരുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വിട്ടു നൽകിയ ഭൂമിയിലൂടെയാണ് പുതിയ ബൈപ്പാസ് നിർമ്മിക്കുന്നത്. 850 മീറ്റർ നീളവും 10 മീറ്റർ വീതിയിലുമാണ് നിർമ്മാണം. ചെറുതോണി പുതിയ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് നിന്നും ആരംഭിച്ച ടൗൺ ഹാളിന്റെ പരിസരത്തുകൂടി വിദ്യാധിരാജ സ്കൂൾ കോമ്പൗണ്ടിന്റെ പുറത്തുകൂടിയാണ് റോഡ് കടന്നു പോവുക.
ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പുതിയ മന്ദിരത്തിന് സമീപത്ത് നിലവിലുള്ള റോഡിലേക്ക് ഈ റോഡ് എത്തിച്ചേരും. ജില്ലാ ആസ്ഥാനത്തിന്റെ വികസനത്തിന്റെ ആദ്യപടിയാണ് ഇതെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു. നിരന്തരമായി ജില്ലാ ആസ്ഥാനത്തിൻ്റെ വികസനം മുരടിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ നിരന്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ജില്ലാ ആസ്ഥാന മേഖലയിലെ വികസന കുതിപ്പിൻ്റെ ലക്ഷണങ്ങൾ ഈ കാണുന്നത്. അത് വരും ദിവസങ്ങളിൽ വരും കാലങ്ങളിൽ നമ്മുടെ ത്രിതല പഞ്ചായത്ത് പുതിയ ഭരണസമിതി ഇതിന് താങ്ങും തണലുമായി നിൽക്കണം. ഇതിന് വേണ്ടപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാ രീതിയിലും ചരട് വലിച്ചുകൊണ്ട് നമ്മുടെ ജില്ലാസ്ഥാന മേഖലയിലെ വികസന കുതിപ്പിലേക്ക് എത്തിക്കണം എന്നാണ് നാട്ടുകാരനായ ഞങ്ങൾക്കെല്ലാം പറയുവാനുള്ളത്. 3 കോടി രൂപയാണ് നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുള്ളത്. പാത കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് മെഡിക്കൽ കോളേജിന്റെ മറ്റു കെട്ടിടങ്ങൾ വരുന്നത്. അതിവേഗം നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് കരാർ ഏജൻസി. ഇരട്ടിയാർ ഈട്ടിത്തോപ്പ് ഭാഗത്ത് ശുചിമുറി മാലിന്യം തള്ളിയതായി പരാതി. രാത്രിയുടെ മറവിൽ കരുണാകരൻകട ഭാഗത്താണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിക്ക് ശേഷമാണ് ടാങ്കർ ലോറിയിലെത്തിച്ച ശുചിമുറി മാലിന്യം കരുണാകരൻകട കലിങ്കിന് സമീപം തള്ളിയത്. മാലിന്യം ഒഴുകി സമീപത്തെ ആറ്റിലെത്തി വെള്ളം മലിനപ്പെടുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ അനേകായിരം പാവപ്പെട്ട ആളുകൾ അവരുടെ കുടിവെള്ളം മുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കും. ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതുജനങ്ങളുടെ ശ്രദ്ധയെല്ലാം ഇക്കാര്യത്തിൽ വേണം. കൃത്യമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നതിനും മാതൃകാപരമായി ഇത്തരക്കാരെ കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരം പുലർന്ന ശേഷം ദുർഗന്ധമുണ്ടായതോടെ പ്രദേശവാസികളുടെ പരിശോധനയിലാണ് ശുചിമുറി മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത്. ഇരട്ടയാർ പഞ്ചായത്തിലെ 3, 4 വാർഡുകൾ ചേരുന്ന ഭാഗത്താണ് മാലിന്യം തള്ളിയത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ 3, 4 വാർഡുകൾ കൂടുന്ന സ്ഥലത്ത് ഇരട്ടയാർ ഈട്ടിത്തോപ്പ് റൂട്ടിൽ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയ ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഒരു ടാങ്കർ ലോറിയിലാണ് ഇതുകൊണ്ട് തള്ളിയിരിക്കുന്നത്. സാമൂഹിക വിരുദ്ധരായ ആളുകൾ കുടിവെള്ളത്തിലേക്ക് ഈ മാലിന്യം തള്ളിവിട്ടത് മൂലം ഈ പ്രദേശത്തുള്ള കുടിവെള്ളം നശിച്ചു പോകുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് ഈ ആളുകളുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. മുമ്പും പലതവണ ശുചിമുറി മാലിന്യം ഇരട്ടിയാറിന്റെ പല ഭാഗത്തും തള്ളിയിട്ടുണ്ട്. സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തി പിഴയും അടപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിക്ക് ശേഷം ടാങ്കർ ലോറി ഇതുവഴി കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി ഇൽപ്പുലിക്കാട്ടിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. മുൻഗണനാ റേഷൻ കാർഡുകളുടെ പീരുമേട് താലൂക്ക് തല വിതരണം വണ്ടിപ്പെരിയാറിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹാളിൽ നടന്ന റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടന ചടങ്ങിൽ പീരുമേട് താലൂക്ക് സപ്ലൈ ഓഫീസർ M ഗണേശൻ അധ്യക്ഷനായിരുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് ഒരു കൃത്യമായി സർവേ നടത്തിയപ്പോൾ അർഹതയില്ലാതെ ഒട്ടേറെ ആളുകൾ അനർഹർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കുന്നു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കുറേയേറെ കാർഡുകൾ ഒഴിവാക്കി. ഒഴിവാക്കിയത് മാത്രമല്ല, വാങ്ങിച്ച ആളുകളിൽ നിന്ന് പിഴ ഈടാക്കുകയും കൂടി ചെയ്തു. നമ്മുടെ താലൂക്കിൽ പിഴ ഈടാക്കിയതിന്റെ തുകയെ സംബന്ധിച്ചോളം പറഞ്ഞ 9,40,000-ലധികം രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വാണിപ്രിയ, S ഗണേശൻ, ഗീതാ നെയ്യീശൻ, റേഷനിംഗ് ഇൻസ്പെക്ടർ ഷിജുമോൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെ 57ാമത് വാർഷികാഘോഷം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. രംഗപൂജയോടെയാണ് വാർഷികാഘോഷത്തിന് തുടക്കമായത്. പ്രിൻസിപ്പൽ സിസ്റ്റർ ലില്ലി തെരേസ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി പ്രൊവിൻസ് അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ ജോസി ട്രിസ അധ്യക്ഷയായിരുന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിൻ്റെ മാറ്റമനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിലുണ്ടാകുന്ന മാറ്റങ്ങളനുസരിച്ച് പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അത് വേണ്ടത്ര ഒരു പുരോഗതിയുടെ പാതയിലൂടെ തന്നെ കടന്നു വന്ന 57 വർഷങ്ങളാണ് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ മേഖലയിലുള്ള കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും നല്ല ഒരു സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ എൻ്റെ മക്കളൊക്കെ ഇവിടെ പഠിച്ചിട്ട് പോയവരാണ്. അവരൊക്കെ പ്ലേ സ്കൂളിലും അതോടൊപ്പം തന്നെ LKGയും UKGയും ഒക്കെ ഇവിടെ കഴിഞ്ഞ് പോയവരാണ്. അങ്ങനെ എന്നെപ്പോലെ എത്രയോ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ
ഇവിടെ പഠിച്ചിറങ്ങിപ്പോയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി ഏതാണ്ട് 200ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 200 കുടുംബത്തിൽ നിന്നുമുള്ള കുട്ടികളാണ്. 27 കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പരിശീലനം കൊടുത്ത് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമായി ഇത് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സണ് സ്വീകരണവും നൽകി. കടപ്പന സെന്റ് ജോർജ് ഫെറോന ഇടവക വികാരി ഫാദർ ജോസ് മംഗലത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ രാജേഷ് പുല്ലാന്തനാൽ, സ്കൂൾ മാനേജർ സിസ്റ്റർ ആലിസിയ, PTA പ്രസിഡന്റ് ഫെലിക്സ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കടപ്പന വെള്ളിയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ദേവാലയ തിരുനാളിന് കൊടിയേറി. 3 ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷം നടക്കുന്നത്. വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷമാണ് 23, 24, 25 തീയതികളിലായി നടക്കുന്നത്. തിരുനാൾ കൊടിയേറ്റിനും തുടർന്ന് നടന്ന തിരുനാൾ കുർബാനയ്ക്കും ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ നേതൃത്വം നൽകി. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിനെതിരെ സഞ്ചരിക്കപ്പെടാവാനായ ദൈവമേ ഇറങ്ങിയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിന് വിശുദ്ധബഹുമാനത്തിനുമായി ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും നയിക്കും. തീയതി ശനിയാഴ്ച രാവിലെ 6-നും 7-നും വിശുദ്ധ കുർബാന നടക്കും. വൈകിട്ട് 4-ന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മെൽബൺ രൂപത കത്തീഡ്രൽ വികാരി ഫാദർ മാത്യു അരിപ്ലാക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ഇടുക്കിക്കവലയിലേക്ക് പ്രദക്ഷിണം നടക്കും. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 7-നും 8-നും 9-നും വിശുദ്ധ കുർബാന നടക്കും. 10 മണിക്ക് വാഹന വെഞ്ചിരിപ്പുണ്ടാകും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോജു CST മുഖ്യ കാർമ്മികനായിരിക്കും. ഫാദർ റോയി കണ്ണംചിറ CMI സന്ദേശം നൽകും. വൈകിട്ട് 7:30-ന് തിരുവനന്തപുരം ജോസ്കോ അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും. ചെമ്പകപ്പാറ സെന്റ് പീറ്റേഴ്സ് ദേവാലയ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോർജ് തുമ്പനിരപ്പേൽ തിരുനാൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഫാദർ കുര്യൻ ഇരുവേലിക്കുന്നിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചെമ്പകപ്പാറ സെന്റ് പീറ്റേഴ്സ് ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്രോസ്ലീഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനാണ് കൊടിയേറിയത്. ഇടവക വികാരി ഫാദർ ജോർജ് തുമ്പനിരപ്പേൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. സാധനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും.
ചെമ്പോപ്പാറ സെന്റ് പീറ്റേഴ്സ് ഇടവക ദേവാലയത്തിൽ ഇടവമധ്യസ്ഥനായ വിശുദ്ധ പത്രോസ്ലിഹായുടെയും രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന്റെ കൊടിയേറിയിരിക്കുകയാണ്. വരുന്ന 3 ദിവസങ്ങളിലായിരിക്കും തിരുനാള്. ഇന്ന് തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കുര്യൻ ഇരുവേൽക്കുന്നേലച്ഛനും നാളെ വിശുദ്ധ കുർബാന ബഹുമാനപ്പെട്ട ടിബിൻ തെക്കുംതെറ്റയിൽ അച്ഛനുമായിരിക്കും. ഞായറാഴ്ച തിരുനാൾ രാസകുർബാന നേതൃത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസ് മാറാട്ടിലച്ഛനായിരിക്കും. ശനിയാഴ്ച പ്രദക്ഷിണം ചെമ്പോപ്പാറ കപ്പേളിയിലേക്കും ഞായറാഴ്ച പള്ളിക്കാനം ടൗണിലേക്കുമായിരിക്കും പ്രദക്ഷിണം. എല്ലാവരെയും സ്നേഹപൂർവ്വം തിരുനാളിന് ക്ഷണിക്കുന്നു. 3 ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷം നടക്കുക. ഫാദർ ടിബിൻ തെങ്ങുംതിട്ടയിൽ, റവറന്റ് ഡോക്ടർ ജോസ് മാറാട്ടിൽ, ഫാദർ തോമസ് മടിക്കാങ്കൽ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ തിരുനാൾ കുർബാന അർപ്പിക്കും. ചെമ്പകപ്പാറ കപ്പേളിയിലേക്ക് നടക്കുന്ന ആഘോഷമായ തിരുസ്വരൂപ പ്രദക്ഷിണത്തിന് ശേഷം ഫാദർ ജോസഫ് മാതാളിക്കുന്നിൽ തിരുനാൾ സന്ദേശം നൽകും. അസിസ്റ്റന്റ് വികാരി ഫാദർ വർഗീസ് ചരകുന്നയിൽ, ടോമി പന്തപ്ലാക്കൽ, റോയി പൂവത്തുംതറയിൽ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. മൂന്നാർ വീണ്ടും അതിശൈത്യത്തിലേക്ക്. ചെണ്ടുവരിയിൽ താപനില 0 ഡിഗ്രിയിലെത്തി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കടുത്ത തണുപ്പാണ് മൂന്നാറിൽ അനുഭവപ്പെടുന്നത്. ചെണ്ടുവരി 0, സൈലന്റ് വാലി 1, നല്ലതണ്ണി, ലക്ഷ്മി, സെവൻമല, ദേവികുളം എന്നിവിടങ്ങളിൽ 2, മൂന്നാർ 6.9 എന്നിങ്ങനെയാണ് പുലർച്ചെ മേഖലയിൽ രേഖപ്പെടുത്തിയ താപനില. കഴിഞ്ഞ ഡിസംബർ 20 വിവിധ മേഖലകളിൽ താപനില 0-ൽ എത്തിയിരുന്നു. തുടർന്ന് അതിശൈത്യത്തിന് അല്പം കുറവുണ്ടാവുകയും താപനില ഉയരുകയുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി തണുപ്പ് വീണ്ടും വർദ്ധിച്ചു. നിലവിൽ വിവിധ മേഖലകളിൽ കൊടും തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ക്രിസ്തുമസ്, ന്യൂ ഇയർ സീസണിൽ മൂന്നാറിന്റെ തണുപ്പ് ആസ്വദിക്കാൻ ലക്ഷങ്ങളാണ് മല കയറിയെത്തിയത്. തണുപ്പ് തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിനൊപ്പം ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിലും കനത്ത ശൈത്യമാണ് അനുഭവപ്പെടുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. RNS സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 213. വിൽപ്പനയ്ക്ക് വന്നത് 64,582. വിൽപ്പന നടന്നത് 64,396. കൂടിയ വില 2,903. ശരാശരി വില 2,557. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 690 രൂപ. ഏലം കൂടിയ വില 2,450. ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 400. ഗ്രാമ്പു 875. കൊക്കോ 90. റബ്ബർ 170. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 14,405 രൂപ. വെള്ളി 360. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്നും. AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കി കവല, കട്ടപ്പന. പട്ടയത്തിനായി പുതിയ അപേക്ഷ സ്വീകരിക്കുന്നതിന് ജനുവരി 3 റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ എന്തുകൊണ്ടാണ് CHR മേഖലയെ ഒഴിവാക്കിയതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലയിലെ LDF നേതാക്കളും വ്യക്തമാക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. നിലവിലെ ഉത്തരവിൽ പറയുന്നത് CHRന് പുറത്തുള്ളവരിൽ നിന്ന് പട്ടയത്തിന് അപേക്ഷ സ്വീകരിക്കാൻ. ഇതോടെ CHRൽ പട്ടയം നൽകാൻ സുപ്രീംകോടതി നേരത്തെ അനുമതി നൽകിയെന്ന തരത്തിലുള്ള ഇടതുപക്ഷ നേതാക്കളുടെ പ്രചരണം നുണയാണെന്ന് വ്യക്തമായതായും ബിജോ മാണി.
ഇടുക്കിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരംഭിച്ചതായി LDF ജില്ലാ കൺവീനർ K. സലിംകുമാർ. നിലവിൽ ഇടതുപക്ഷത്തിന്റെ കൈകളിലുള്ള ജില്ലയിലെ 4 മണ്ഡലങ്ങളും LDF നിലനിർത്തും. പീരുമേട്ടിൽ ആരാകണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്നും K. സലിംകുമാർ. അടിമാലിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വ്യാപാരിയുടെ കരണത്തടിച്ചതിൽ വീഴ്ചയുണ്ടെന്ന് അന്വേഷണം നടത്തിയ മേലുദ്യോഗസ്ഥൻ. എന്നാൽ കൊമ്യൂണിസബിൾ കുറ്റകൃത്യം എന്നതിന്റെ പരിധിയിലുള്ള ഗുരുതരമായ കുറ്റകൃത്യം തെളിയാത്തതിനാൽ FIR രജിസ്റ്റർ ചെയ്യാനാകില്ലെന്ന് അധികൃതർ. കേസിനാസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ മാസം 30-ന്. മൂന്നാർ വീണ്ടും അതിശൈത്യത്തിലേക്ക്. ചെണ്ടുവരിയിൽ താപനില 0 ഡിഗ്രിയിലെത്തി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മൂന്നാറിൽ അനുഭവപ്പെടുന്നത് കടുത്ത തണുപ്പ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.